ഇതെന്താ മമ്മി നാരങ്ങയുടെ തൊള്ളിയൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നത്? ഇന്ന് മമ്മി ഒരു സ്പെഷ്യൽ ഡിഷ് വെക്കാൻ പോവുകയാണ്. ഏത് ഡിഷാ? ഇന്ത്യൻ തന്നെയാണോ അതോ കോണ്ടിനെന്റലോ ജാപ്പനീസോ? എന്തോ ഇത്? ന്യൂ ഇയർ അല്ലേ, അപ്പൊ നമുക്ക് ഫിഷിന്റെ ഒരു സ്പെഷ്യൽ ഡിഷ് വെക്കാം. കോണ്ടിനെന്റൽ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ നെയ്മീൻ ചൂരയില്ലേ, അതാ എടുത്തേക്കുന്നത് കേട്ടോ. അതിനിങ്ങനെ ഈ കനത്തില് മമ്മി ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല മീന, ഇതിനെ വേസ്റ്റ് ചെയ്യല്ലേ. പോടാ, നശിപ്പിക്കത്തൊന്നുമില്ല, നല്ല സൂപ്പർ കിടുമായിരിക്കും. നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാമേ. മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം എന്താണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ച് വെച്ചേക്കുവാണേ. പിന്നെ മല്ലിയില അതും കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കണം. കുനുകുനു അരിയണം. ഓക്കെ. എന്നിട്ട് നമ്മുടെ പുതിനയില. യെസ്, മിന്റ് ഫ്ലേവർ വരും. പിന്നെ ഇതിനകത്തുണ്ടല്ലോ, കണ്ടില്ലായിരുന്നോ ഇത് നാരങ്ങയുടെ? നാരങ്ങയുടെ ആ പച്ചത്തൊലി മാത്രം ഇങ്ങനെ എടുത്ത് മമ്മി ഗ്രേറ്റ് ചെയ്തത് അതുകൂടി ഇട്ട് കൊടുക്കുകയാണേ. നാരങ്ങ നീരില്ല, ആ തൊലി മാത്രം. അതിന്റെ ഒരു മണവും ഫ്ലേവറും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക രുചി ആയിരിക്കും കുട്ടി. നമുക്കേ ഇതിനാവശ്യമായ മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മളിപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ കൊടുത്തതേ. ഒത്തിരി ഇനിയിപ്പോ നമുക്ക് കുരുമുളക് കൂടി ചേർക്കാനുണ്ടല്ലോ. ഇനി നമുക്കേ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനാണേലേ 1 സ്പൂൺ ഓയില് നമ്മുടെ ഈ ഫിഷിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടേ. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് മീൻസ് ഇതിനകത്ത് നല്ലപോലെ മിക്സപ്പ് ചെയ്യണം. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനി ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. നല്ല കട്ടിയുള്ളൊരു ഫ്രൈ പാൻ വേണം കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഇതിന് നല്ലപോലെ എണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷില്ലേ, അതിങ്ങനെ ഓരോന്ന് എല്ലാം കൂടെ എടുത്തിടരുത്, ഇങ്ങനെ എടുത്തിടണം. ഇനി ഇത് നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാണേ. ഒരു 1 to 2 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ ഇരിക്കണം. ഇനി ഇത് ഓരോന്നോരോ നമുക്ക് മറിച്ചിടാമേ. കാരണം ഇത് ഒത്തിരി ലൈറ്റായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തത്, പെട്ടെന്ന് ആയിക്കോളും. ഇതെല്ലാം തിരിച്ചിട്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ആ സൈഡ് ഒന്ന് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം നന്നായിട്ട്. സത്യം. അപ്പൊ സക്സസ് ആയെന്നാണ് അതിന്റെ അർത്ഥം. കൊണമാണെന്നോ, നല്ല സൂപ്പർ ആയിരിക്കും. കണ്ടോണം, അതാ നമ്മുടെ പുതിനയിലയുടെ ഫ്ലേവർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 1.5 ഫ്ലേവർ, ലെമണിന്റെ ഫ്ലേവർ. ഇതിപ്പോ മിക്കവാറും നീയൊക്കെ ഉപ്പ് നോക്കുമ്പോൾ തന്നെ ഇത് തീരും. എന്റെ മീൻകറി വെക്കുമായിരുന്നു, എനിക്ക് 2 ദിവസം ഓടിക്കായിരുന്നു ഇത്. പോട്ടെ, ന്യൂ ഇയർ ആയതുകൊണ്ട്. അപ്പൊ നമ്മുടെ ഫിഷ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ ചെത്തിയ നാരങ്ങ ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. ഇനി നമുക്ക് വാരി വിതറി നമ്മുടെ കുറച്ച് കൊറിയാണ്ടർ കൂടെ. പിന്നെ കാണാനൊരു രസമൊക്കെ വേണ്ടായോ? പിന്നല്ലാതെ. അപ്പൊ നമ്മുടെ സീ ട്യൂണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി.